ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്കട്ടെ. കാര്യങ്ങൾ വ്യക്തിപരമായ നിലയിലേക്ക് കൊണ്ടുപോകരുത്. ഇവരെല്ലാവരും നല്ല കുട്ടികളാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇതുപോലുള്ള മീറ്റിംഗുകൾക്ക് ഇനി എന്നെ വിളിക്കരുത്. ഇനി അഥവാ അത്യാവശ്യമാണെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കാം. ആ ഡ്രൈവർ കൊടുക്കുന്ന ശമ്പളം പോലും ഞങ്ങളെ ചതിച്ച് നേടിയതാ. ഞങ്ങളുടെ വായടപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പഴയതൊന്നും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. കുട്ടികൾ തമ്മിലാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലാണോ പ്രശ്നം? പ്രശ്നമൊക്കെ എവിടെ തുടങ്ങിയെന്ന് സാറിന് അറിയില്ലേ? സച്ചി മതി, നിങ്ങൾ ഇരിക്ക. വ്യക്തിപരമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ ഈ സ്കൂളിലേക്ക് വലിച്ചിഴക്കരുത്. നിങ്ങൾ പാരന്റ്സിനെ ഞാൻ വിളിപ്പിച്ചത് കുട്ടികൾ തമ്മിലുള്ള ക്ലാഷിന്റെ കാര്യം പറയാനാ. ഇവിടെ അതുമാത്രം സംസാരിച്ചാൽ മതി. ഇവരുടെ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള സില്ലി ഇഷ്യൂസിന്റെ പേരില് എന്നെ വിളിക്കരുതെന്ന്. ഞാൻ പോന്നു. മാഡം, മോളെ അച്ഛൻ പോയിട്ട് വരാം. നിങ്ങൾ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി മേഡം. അവന്തികയും നിങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന് തീരും? അടുത്ത സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഉടനെ ഒന്നും അത് തീരാൻ പോകുന്നില്ല. സച്ചേട്ടാ വാ. ഈ കുട്ടിയുടെ ഒരു കാര്യം. മേഡം, അവന്തിക മേഡം, ഞാൻ മേഡത്തിനെ ഒന്ന് അങ്ങോട്ടൊന്ന് കാണാതിരിക്കായിരുന്നു. വെൽക്കം സർ. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ? കഴിഞ്ഞ തവണ മേഡം ഞങ്ങളുടെ പാർട്ടിയെ കാര്യമായിട്ട് സഹായിച്ചിരുന്നു. ഇലക്ഷൻ ആവുമ്പോ അങ്ങനെയൊക്കെ ആണല്ലോ. അടുത്ത തവണയും ഞാൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്. അപ്പോ കാര്യമായിട്ടൊന്ന് സഹായിക്കണം. അതിനെന്താ, കാര്യമായിട്ടെന്നെ സഹായിക്കാം. പോരെ? ആ, താങ്ക് യു. അഡ്വക്കേറ്റ് ഗോകുൽരാജ് അല്ലേ? അതെ മേഡം, അതെ. എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്. ഹലോ.
നോക്കട്ടെ. ശ്ശോ. ശ്ശോ. മുറിഞ്ഞിട്ടുണ്ടല്ലോ. വാ. ഹലോ, എക്സ്ക്യൂസ് മീ. അഡ്വക്കേറ്റ് ഗോകുൽരാജ് അല്ലേ? അതെ. സോറി, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ അവന്തിക. അവന്തിക അസോസിയേറ്റ്സിന്റെ MD-യാ. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു സർ. എന്റെ മോള് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ, അത് മാത്രമല്ല, ഞാനിപ്പോ ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറാ. ഓ, എന്റെ മോള് ഇവിടെയാ പഠിക്കുന്നത്. ഓ, ആണോ? എന്നെ എങ്ങനെ മനസ്സിലായി? നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് നിങ്ങളെപ്പോലുള്ള വലിയ അഡ്വക്കേറ്റ്സിനെ അറിഞ്ഞല്ലേ പറ്റൂ. എപ്പോഴാ ഒരു സഹായം വേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. അയ്യോ, എന്നെ പോലൊരു ക്രിമിനൽ ലോയറെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതാണ് സാർ ഈ കറുത്ത കോട്ടിന്റെ ഒരു ശക്തി. എത്ര വലിയവനെയും കോടതി മുറിയിൽ കയറ്റി നിർത്തി വിറപ്പിക്കാൻ സാധിക്കുമല്ലോ. അതൊക്കെ ഈ പ്രൊഫഷണൽ ഭാഗമല്ലേ. എന്തായാലും എന്റെ സഹായം ആവശ്യമായി വരാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാധാരണ എല്ലാവരും കേസിൽ പെടാതിരിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, അങ്ങനെ. ഞാൻ വേറെന്തോ ചിന്തിച്ചു. മോളിവിടെ ഇരിക്ക. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതെന്ത് പറ്റിയതാ? അത് നേരത്തെ വീണതാ. ഇടുക്കി.